ഇതെല്ലാം റൂമിൻ്റെ. നിൻ്റെത് കേക്ക് മാത്രമേ ഉള്ളൂ. കേക്ക് ഇഷ്ടമായോ? സർപ്രൈസ് ആയോ? നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ബ്രേസ്ലെറ്റാ? ബ്രേസ്ലെറ്റ് നാമിന്റെ ഇഷ്ടപ്പെട്ട പരിപാടി അല്ലേ? ഈ കേക്ക് പാപ്പ ഉണ്ടോ കട്ട് ചെയ്യാം? ആ, കാര്യം പറഞ്ഞേക്കാം. പാപ്പുനുണ്ട് ഗിഫ്റ്റ്. ഗിഫ്റ്റ് അല്ല, ആദ്യം കേക്ക് കട്ട് ചെയ്യാം. നാമിന്റെ 10th ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് വലിയ ഫംഗ്ഷൻ ഒന്നും ഇല്ലാതെ ഒരു കുഞ്ഞു ബർത്ത്ഡേ ആഘോഷമാണ്. ഇന്ന് സ്കൂളും ഉണ്ട് അല്ലേ ആമി? എക്സാമും ഉണ്ട്. അപ്പൊ രാവിലെ പോകുന്നതിന് മുന്നേ ആമി കട്ട് ചെയ്യാൻ വേണ്ടി പോവാം. രണ്ടുപേരും കൂടെ. പാപ്പുനെ എവിടെ നിർത്തിക്കോ? അടുത്ത Happy birthday to you. Happy birthday to you. Happy birthday dear Ami. Happy birthday to you. Ami birthday ആണ് നമുക്ക് കഴിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ ആമിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ പാപ്പുക്കുട്ടി. ഇന്ന് പാപ്പുന്റെ ബർത്ത്ഡേ അല്ല കേട്ടോ, പക്ഷെ പാപ്പു ബർത്ത്ഡേ ആമിക്കുട്ടിക്ക് തരാം. ആമിക്കുട്ടി കട്ട് ചെയ്യടാം. കേക്ക് ഇഷ്ടമായോ? ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം. മമ്മിയുടെ വക. ഇനി പാപ്പു കട്ട് ചെയ്യട്ടെ. സെക്കൻഡ് ഒരു കേക്ക് ഉണ്ട്, അത് ഇത് കേൾക്കാൻ നോക്കാം. കമോൺ പാപ്പു കട്ട് ചെയ്യാം. ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear Ami Papu. Happy birthday to you. ഞാൻ എടുത്തു തരാം. പാപ്പു പാപ്പു. ഇത് കേക്ക് കഴിച്ചു നോക്ക്. എൻ്റെ സെക്കൻഡ് കേക്ക് ഏതാണ് ഇഷ്ടമായെന്ന് പറയും? കിറ്റ്കാറ്റാ? ഇത് ട്രഫിൾ ചോക്ലേറ്റ്. ഓക്കെ, നമ്മൾ അൺറാപ്പ് ചെയ്യാണ് ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത് എൻ്റെ സ്കൂളിലോട്ട് എനിക്ക് കൊടുക്കാനാണ്. ഞങ്ങൾ മിഠായി അല്ല കൊടുക്കല്. ഇതേപോലത്തെ ഇതിന് മുന്നത്തെ വർഷം പെന്നായിരുന്നു, സോറി പെൻസിലായിരുന്നു, ഇപ്പൊ പെന്നാണ്. യെസ്. പിന്നെ മിസ്സുമാർക്ക് റെഡിങ്. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിലൊരു ഗ്യാങ് ഉണ്ട്, ബസ്സിലൊരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അവർക്ക് മിഠായി തന്നെ വേണം. ബസ്സിലായതുകൊണ്ട് വൈകുന്നേരം വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ആമീന്റെ ഗിഫ്റ്റുകളാണ്. ഇതില് അബ്ബേന്റെ ഗിഫ്റ്റ് ഉണ്ട്, മുർഷിദീദി ഉണ്ട്, എല്ലാവരുടെയും ഗിഫ്റ്റ്. ആദ്യം മുർഷിദീദിന്റെ വെച്ചോ. നെപ്പിന്റെയും മുർഷിദീദിന്റെ. മുർഷിദീദിന്റെ മാത്രം പറയണ, നെപ്പിന്റെ പെപ്പിറ്റോട്സിന്റെ വക. നോക്കാം നോക്കാം എന്താണ്. ഞാൻ തുറന്നു കാണിച്ചു തരാം. ഭയങ്കര ഇഷ്ടമാണ്. പാപ്പുനുണ്ട് സർപ്രൈസ്. ഈ പൗച്ചും തുറന്ന് തുറക്കുമ്പോ
ഇതില് ടെൻത്ത് ഹാപ്പി 10th ബർത്ത്ഡേ. ബാക്കിലും ഉണ്ട്. Growing with an inner radiance, you shine bright, lighting every life you touch, especially ours. Happy birthday. ഇത് അവരുടെ താങ്ക്സ് പറഞ്ഞോ. താങ്ക് യു മുർഷിദി. പക്ഷെ ഇതില് കളേഴ്സ് ഒന്നും വെക്കരുത് കേട്ടോ, പെൻസിലും കളേഴ്സ് ഒന്നും വെക്കരുത്. ഇല്ല പക്ഷെ നല്ല പൗഷാട്ടോ ഇത്. പുറത്തൊക്കെ പോകുമ്പോൾ നോക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്. സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് സാധനമേ വെക്കാൻ പറ്റുള്ളൂ. ഇത്രയും മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിനെ ഇങ്ങനെ ആക്കി നമുക്ക് പൗച്ച് വെക്കാം. നമ്മളെ മേക്കപ്പ് ഒന്നും നോക്കില്ല കേട്ടോ, വെറുതെ ലിപ്സ്റ്റിക് ഒക്കെ ആവും. നാവിന്റെ ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പാപ്പുവിനൊരു ഗിഫ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ഇതെടുക്കാം. ഇതെനിക്ക് ഏതാ അറിയില്ല. അറിയില്ലോ. മെസ്സി ആയിട്ട് തുറന്നോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണില്ല. അതൊന്നും നോക്കണ്ട, നീ ഓപ്പൺ ചെയ്തോ, കത്രിക എടുത്തോ. ആ റജി, എന്തായിരിക്കും എന്തായിരിക്കും ഗസ് ചെയ്ത് നോക്കിയേ. കറക്റ്റ് അറിയില്ല, കാരണം ബോക്സും കൂടെ ആണല്ലോ, അതിന്റെ ഷേപ്പ് അറിഞ്ഞ് ഞാൻ പറഞ്ഞേനെ. അമ്മ അതിനേക്കാളും വലിയ മെസ്സി. നല്ലോണം നോക്ക്. നോക്കി നോക്ക്, ലബൂബ് തന്നെ ആയിരിക്കോ എന്താന്നുള്ളത് നമുക്ക് നോക്കി നോക്കണ്ടേ. ഓപ്പൺ ചെയ്യണോ പാപ്പു? വേണ്ട, നമുക്ക് കൊണ്ടുപോവാം. പാപ്പ ഇതിൽ ഏത് കളറായിരിക്കും? പാപ്പും പറയട്ടെ ആമിയും പറയട്ടെ. ഗ്രീന്, ബ്ലൂ. ഓക്കെ, നോക്കി നോക്കാം. ആമിക്ക് ഇഷ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കൈ മുറിക്കണ്ട. അപ്പൊ ആമി പറഞ്ഞത് ഗ്രീനാന്നാണ്, പാപ്പ പറഞ്ഞ ബ്ലൂ ആന്നാണ്. ഓ, ആമിന്റെ ഗസ് ശരിയായി. ടോയിങ് ടോയിങ്. പേടിയാവുണ്ടോ നോക്കി നോക്ക് ബാബു. പ്രേതൊന്നുമല്ല, പേടിയില്ല. ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് എന്റെ. പിന്നെ ബാക്കി ഫുള്ള് റജീന്റെയും ബബ്ലുവിന്റെ ഒക്കെയാണ്. അതവിടെ വെക്കി, ഇനി അടുത്തത് നോക്കാം. ആ ബോക്സ് ലാസ്റ്റ് പൊട്ടിക്കാം. അതില് വെറും മിഠായികളേ ഉണ്ടാവുള്ളൂ. ഇതാരുടെ റജി? എന്റെ ആണോ ബബ്ലുവിന്റെ ആണോ? കൈ നോക്കണേ. എന്തായിരിക്കും പാപ്പു? ഓപ്പൺ ചെയ്ത് നോക്കൂ. അത് ഹുക്കാണ്. എന്താണ്? ഹുക്ക് അവൾക്ക് ക്രോഷേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. 10th ബർത്ത്ഡേ മുതൽ ആമി ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അതിന്റെ ഭാഗമായിട്ട് അവൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ക്രോഷേ പറയാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ. ഇത് അറിയാണ് നിനക്ക് ചെയ്യാൻ. പഠിക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അവൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടില്ല. ഇതിലും കുറെ സാധനങ്ങൾ
ഓക്കെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്കൊരു വീഡിയോ ചെയ്യണം. അപ്പം ഇതൊക്കെ ഓപ്ഷൻ്റെ ഐറ്റംസ് ആണ്. എനിക്കറിയാം. ഇതിപ്പോ നമ്മൾ ഓരോന്നും ഇങ്ങനെയാണ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യാനുള്ള സാധനങ്ങൾ. ഇതിനെ കുറിച്ച് പറയുമ്പോൾ കുറെ പറയാനുണ്ടോ. അപ്പൊ നെക്സ്റ്റ് ഗിഫ്റ്റിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പോയി ലേറ്റ് ആവും. ഡീറ്റെയിൽ ആയിട്ട് പറയണം. പാപ്പും കൊണ്ടാ മുങ്ങുന്നേ. ഓക്കെ പപ്പു ലബുവിന് പേടിയില്ല. പപ്പുന് ഒരു പേടിയില്ല. നഖത്തിന് പാപ്പുനെ പോലെ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. നിന്റെ കയ്യിൽ നെയിൽ പോളിഷ് കാണിക്ക്. പോയോ? കൊള്ളായി. ഇതെന്താണ് അമ്മി? നോക്കട്ടെ. കാണിക്ക്. സമയം കറക്റ്റ് ആണോ? ഏത് വാച്ചാ? ഇടത്തെ കയ്യിലല്ലേ കിട്ടുക? പറഞ്ഞു കൊടുക്കാൻ നിനക്കും അറിയില്ലോ. ഇടതേതാ വലുതേതാന്ന് അറിയില്ല. പാപ്പു ഞാനും പാപ്പു ബബിളിനോട് ഒരു താങ്ക്സ് പറഞ്ഞോട്ടോ. ടൈറ്റ് ആക്കണ്ട. അത്ര ടൈറ്റ് ആക്കണ്ട. ഇതൊട്ടിട്ടാ പോണേ. ഇന്ന് നിന്റെ ഷോ. അടുത്ത ഗിഫ്റ്റ് വേം ലാസ്റ്റ് വിളിക്കാം. ഇവിടെ ഒരാള് ലബുബിനെ തലകുത്തനെ വെക്കുന്നുണ്ടോ? നീ പെപ്പിറ്റോട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ക്രോഷേ ഡിസൈൻസ് ഒക്കെ നീ ഉണ്ടാക്കി കൊടുത്തോ? ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ബർത്ത്ഡേ അല്ലേ? ഇത് ബബിളും റജിയും കൂടെ വെറുതെ എന്തെങ്കിലും ടോയ്സും സ്വീറ്റ്സ് ഒന്നും വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഓളുടെ ഇഷ്ടമുള്ള പാഷൻ എന്താണോ അങ്ങനത്തെ സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ വെറുതെ ടാബും ഫോണും കണ്ട് ഇരിക്കുകയില്ല. ഓൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒക്കെ എൻഗേജ് ചെയ്തിരിക്കാനും പറ്റും. 2 എണ്ണം ഉണ്ടല്ലേ. നല്ല പഠിച്ചോട്ടോ അതിൻ്റെ, എന്നിട്ട് ചെയ്താൽ മതി. ആ ഇനി അതിന്റെ ഇത് വെച്ചിട്ട് ക്രോഷേ വെച്ചിട്ട് നമുക്ക് കുറെ ടോയ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐസ് കാര്യങ്ങളൊക്കെയാണത്. നിനക്കറിയോ ക്രോഷേ ചെയ്യാൻ? വില പിടിക്കാൻ മാത്രം. പെൻസിലാണോ? കണ്ണുകളാണ് ടോയ്സ്. കണ്ണുകളോ? ഐസ് വെച്ച് കൊടുക്കില്ല നമ്മൾ ടോയ് ഒക്കെ ചെയ്യുമ്പോൾ. ആ ഓക്കെ. നമ്മളിപ്പോ വലിയ ടോയ് ആണെങ്കിൽ വലിയ സൈസ്. ആമിനെ ചെറുപ്പത്തിലെ എന്റർപ്രണർ ആക്കാൻ പോവാണ്. ഇത് നമ്മള് ബാക്കിൽ ഐസ് ബാക്കിൽ ഈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഐസുകളാണ്. ആമിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഗിഫ്റ്റ് ഒന്നും? ഏത് കാണിക്ക്. ഏതാ ഫേവറേറ്റ് നിന്റെ? അതിന് ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുപോകണ്ട കേട്ടോ. ലാസ്റ്റ് ഗിഫ്റ്റ്
ഇതാണ് എടുക്കുന്നത്. പാപ്പു ഏതാ പറയുന്നത്? പാപ്പു ഏത് കളറാ പറയണേ? ആ കളറാ. റെജി ഏതാ പറയണേ? ഞാൻ ബ്ലൂ. എല്ലാരും ഒന്നായല്ലോ. ഈ ബ്ലൂ കളറ് പാപ്പു പറഞ്ഞു, ഈ കളറ് ആമി പറഞ്ഞു. നീ ഏതാ പറഞ്ഞേ? യെല്ലോ. ഓക്കെ, ഞാൻ ഈ പിങ്ക് പറയാം. ആര് പറഞ്ഞ കളറാണ്? ചിലപ്പോ അതില് ലബൂബ് ആയിരിക്കില്ല, ഓൺലൈനിൽ മേടിച്ചാണ്. എനിക്ക് 2 ലബൂബ് എനിക്ക് അറിയില്ല എന്താ പറ്റി എനിക്ക്. ഇതില് ആര് പറഞ്ഞതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. റെജി ആമി പറഞ്ഞു തന്നെ. നേരത്തെ ആമി പറഞ്ഞു ശരിയായി, ഇതും ആമി പറഞ്ഞു. ആ ഒന്ന്. ഓ ഓക്കെ. എന്താ പറഞ്ഞ കേട്ടില്ല. എന്താ? ഓക്കെ, നോക്കട്ടെ. ആ, അതെ. കുറച്ചുകൂടി സ്കൂളിലൊന്നും പോകാൻ വയ്യല്ലോ. ഇന്ന് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ഇത് ഓക്ക് എന്റെ പൊന്നോ സെറ്റ്. പക്ഷെ എനിക്ക് ഗ്രീനും ഇഷ്ടമായിരിക്കും. രണ്ടാളും മാറി മാറി കളിച്ചോ, പക്ഷെ നാശാക്കരുത് കേട്ടോ പാപ്പു. പാപ്പുവിനൊരു ഗിഫ്റ്റ് ഉണ്ട്, അതൊന്ന് കൊടുത്തേ, വേഗം കൊടുത്തേ. പാപ്പുവിന് ഇന്ന് ബർത്ത്ഡേ ഉണ്ടോ? ഇത് ദീദിക്ക് ഷെയർ ചെയ്താ പാപ്പു കൊടുക്കും. ഒന്ന് കാണിച്ചു തന്നെ, പൊളിച്ചിട്ട്. പാപ്പു പൊളിക്കട്ടെ. അയ്യോ, കാണിച്ചു കൊടുക്കല്ലേ. അതും മുർഷിദീദിന്റെ പെപ്പിറ്റോട്സ് വാങ്ങിയതാ. ബാബുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. നോക്കി നോക്കാം. 2 കാണിക്ക്. ഇതെന്താ? ആവശ്യമില്ല. മെറ്റീരിയലാണത്. നീ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ടോ, അതും ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടോ പാപ്പു? ഇത് കണ്ടോ? ഇത് ബോയാണല്ലോ, അപ്പൊ ചെറിയ കിഡ്സ് വെക്കാൻ. അപ്പൊ അവരുടെ പേജിലുണ്ട് കേട്ടോ, ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് പെപ്പിറ്റോട്സിന്റെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മേടിച്ചതാ, മറ്റത് ഗിഫ്റ്റും ഇത് അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേരാണ്. പേജാണ്. അപ്പൊ ഇതിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ കിട്ടും കുട്ടികൾക്കുള്ള. പാപ്പുവിന്റെ അടുത്ത ഗിഫ്റ്റ് ഇതാര് തന്നതാ? ഇതാര് തന്നതാ? പാപ്പു ഷെയർ ചെയ്യണോ? കടിക്കണ്ട, അപ്പൊ പൊട്ടിച്ചു തരാം. ഓക്കെ, രണ്ടാക്കി കൊടുക്ക. ഹാപ്പി ആയോ? ആ പൊട്ടിയിട്ടുണ്ട് ജെംസ്. ഇഷ്ടായോ? എനിക്ക് മാത്രല്ല, ഇതൊക്കെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ താങ്ക്സ്. ബബ്ലുവിനോട് നല്ല താങ്ക്സ് പറഞ്ഞു. അപ്പൊ പറയണ്ടോ? മുർഷിദീദി നെപ്പി പെപ്പിറ്റോട്സ്. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ പറയും പെപ്പിറ്റോട്സ് താങ്ക് യു പറയും. പക്ഷെ അതിനൊന്നും രാവിലെ ആയതുകൊണ്ട് തന്നെ മൺഡേ ഒക്കെ ആയിട്ട് നമ്മള് തീരെ പ്രതീക്ഷിച്ചില്ല. ലബൂബ് ഒന്നും എടുത്തിട്ട് പോകണ്ട, ഇവിടെ വെച്ചോ. 2 ലബൂബ് എടുത്തു വെച്ചോ. കൊണ്ടുപോകാനായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ 2 കളറാണ് എനിക്ക് കിട്ടിയത്. നീ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ഇന്ന് ലക്കാണ്. Happy birthday.
ചേച്ചി നൈസിനെ ചേച്ചീനെ കാണണ്ടെന്ന് ചേച്ചി അല്ലേ? ചേച്ചി എന്ന ഗിഫ്റ്റ് ചെയ്യാൻ അൺബോക്സ് ചെയ്തിട്ടാണ്. ഓ അടിപൊളി ഗിഫ്റ്റാണ്. ലബൂബുവിന്റെ പേനയോ? എന്നോട് കാണിച്ചത്. ആ ഇത് ആമിക്ക് ഇഷ്ടമാണല്ലോ ഇങ്ങനത്തെ പേനല്ലേ? ഞാനിത് പറഞ്ഞിട്ടുണ്ട് വാങ്ങാൻ. നിങ്ങളുടെ കാണിച്ചത് ലബൂബുവിന്റെ പേന അല്ലേ? ഇത് കുറെ കളേഴ്സ് ഉള്ള. ഓക്കെ, പിന്നെ എന്താ ഉള്ള? ഒരു ഡയറി മിൽക്ക്, പിന്നെ ഡയറി. ഓ അടിപൊളി ഡയറി കണ്ടോ? അടിപൊളി ആയിട്ടുണ്ട്. ചേച്ചീനോടൊരു താങ്ക് യു പറഞ്ഞു. താങ്ക് യു സോ മച്ച് ചേച്ചി. അടിപൊളിയായിട്ട് അല്ലേ? ഇനി ആമയ്ക്ക് ഇതിൽ ഡയറി ഇടാം. പേന ഇഷ്ടമായല്ലോ. ഇന്ന് കുറേ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടിയ ദിവസം. എഴുതണ്ട, ഇപ്പം എഴുതണ്ട. നീ അല്ലാതെ ഡയറി എഴുതുമ്പോൾ നല്ലോണം. അല്ല, നമുക്ക് പിന്നെ എഴുതാം. ഇപ്പം എടുത്തു വെച്ചോ. ഓക്കെ. അപ്പം നീക്കുട്ടീൻ്റെ ഗിഫ്റ്റാണ്. ദീദിയോട് ഹാപ്പി ബർത്ത്ഡേ പറയില്ല? ഓക്കെ. ഓള് പൊളിച്ച് കഴിക്കാൻ തുടങ്ങി. ഗിഫ്റ്റ് ഇപ്പൊ തന്നെ അൺബോക്സിങ് ചെയ്യണ്ട കേട്ടോ. ഒന്നിനും ക്ഷമയില്ലാത്ത ആളാണ് ദീദി. അല്ല, നമുക്ക് നീയല്ലേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണ്ടേ? ഇന്നിപ്പോ വന്നിട്ടുള്ളൂ. അൺബോക്സിങ് ആമിക്ക് പറ്റിയ സാധനങ്ങളാണ് ഫുൾ ആമിന്റെ ഗിഫ്റ്റ് അല്ലേ? ഇന്ന് കൊറേ ഇങ്ങനത്തെ ആമിയും പാപ്പും അടിപൊളിയുണ്ടല്ലോ. നല്ല ഗിഫ്റ്റാണ് നീ. അപ്പൊ ആമി ഒരു താങ്ക് യു പറഞ്ഞേ. എല്ലാവർക്കും കൊടുക്കാനുള്ള ക്യാൻഡി ഉണ്ടല്ലേ? ഇത് നിങ്ങളെ ബസ്സിലുള്ളവർക്കാ? കിളികളുടെ ശബ്ദം. Please like and share, subscribe. Bye.